ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളുടെ ഒട്ടുമിക്ക എല്ലാ ആളുകളുടെയും ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരാളാണോ നിങ്ങൾ? ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ, പക്ഷെ സംസാരിക്കാൻ പേടിയാവുന്നു. അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ ടോപ്പിക്. വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ഗ്ലിസാർ. എങ്ങനെയാണ് നമ്മൾ ഈ പേടി മാറ്റിയിട്ട് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക? അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. ചില ചെറിയ ചെറിയ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഈ ഒരു പേടി. എന്തൊക്കെയാണ് ആ സ്റ്റെപ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ടിപ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇംഗ്ലീഷ് പഠിക്കുന്നതിനോടുള്ള നമ്മളെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ഇംഗ്ലീഷ് സംസാരിച്ച് പെർഫെക്റ്റ് ആവാനല്ല നോക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിലാണ് നമ്മളെ ഫോക്കസ്. അതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്സ് വന്നു എന്ന് കരുതി ഒരു പ്രശ്നമില്ല. മിസ്റ്റേക്സ് വരുത്തി കറക്ഷനൊക്കെ ചെയ്ത് നമ്മൾ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ച് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാണ്, ഒരു ഫൈനൽ ഫ്ലുവൻസിയാണ് നമ്മളെ ഫോക്കസ്. അതുകൊണ്ട് പെർഫെക്ഷൻ എന്നുള്ളത് നമ്മളെ ഡിക്ഷണറിയിൽ ഇല്ല. അതേപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മളെ മൈൻഡിൽ വേണം. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇത് എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോകാൻ വരട്ടെ. നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ദിവസവും ഇംപ്രൂവ് ആവുന്നുണ്ട്, ഞാൻ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, മിസ്റ്റേക്സ് ഒക്കെ വന്നോട്ടെ, എന്നാലും ഞാൻ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ് ആവുന്നുണ്ട് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയാം. മിസ്റ്റേക്സ് ഒക്കെ വന്നോട്ടെ, സ്റ്റിൽ ഐ ആം മേക്കിംഗ് പ്രോഗ്രസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളോട് തന്നെ പറയാം. അപ്പൊ ഇത്തരത്തില് നമ്മൾ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. അതായത് നമ്മളൊരു പെർഫെക്ഷൻ അല്ല എയിം ചെയ്യുന്നത്, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക, മിസ്റ്റേക്സിലൂടെ തന്നെ പഠിക്കുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ ബേസിക്സ് നമ്മൾ പഠിക്കുക. അങ്ങനെ ഓരോ ദിവസവും പ്രോഗ്രസ് ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണത് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. എന്ന് വെച്ചാല് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ജേർണിയിലാണ്. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ചാലഞ്ചിങ് തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ നമുക്ക് ചില സ്റ്റെപ്സുകളൊക്കെ എടുത്താണ്ട് അത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷിന്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ആ ഒരു ജേർണിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 50 വേർബ്സ് പഠിച്ചു അല്ലെ, ഒരു 50 ക്രിയകൾ ഇംഗ്ലീഷിൽ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ചെയ്തിരുന്നു അല്ലെ, ഒരു ബേസിക് ആയിട്ടുള്ള 50 ക്രിയകൾ അത് നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അത് ഒരാൾ പഠിച്ചു, നിങ്ങൾ ഒരാൾ പഠിച്ചെടുത്തു. അപ്പൊ അത് നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു 50 ക്രിയകൾ നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക, നിങ്ങൾക്ക് തന്നെ ഒരു സമ്മാനം കൊടുക്കുക. എന്ത് സമ്മാനം? എന്തെങ്കിലും ചെറിയ സമ്മാനം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അത് ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയി ഒറ്റയ്ക്ക് ഇരിക്കലായിരിക്കാം, ഒരു ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കലായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ബേസിക് കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. ഈ പറഞ്ഞ ചെറിയ റിവാർഡ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യും, ഇതിനോടൊരു ഇഷ്ടം തോന്നും. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി പ്രോഗ്രസ് ആവുന്നുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. 50 വേർബ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് നല്ല പ്രചോദനമാവും. കാരണം അതൊരു സെൽഫ് കോൺഫിഡൻസ് വരുത്തും നമുക്ക്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് റിവാർഡ് കൊടുക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടൊരു ജ്യൂസ് അത് എനിക്ക് തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു. എന്താ കാരണം, ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ഒരു ജേർണിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 50 ക്രിയകൾ ഞാൻ പഠിച്ചെടുത്തു ഇംഗ്ലീഷിൽ. അപ്പൊ എനിക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, റിവാർഡ് കൊടുക്കുകയാണ്. നമ്മൾ ഹാപ്പി ആയിരിക്കും, ഷുവറാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളതാണ്. അതായത് ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസ് പറയാൻ ശ്രമിക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഇംഗ്ലീഷിന്റെ ബുക്ക് തുറന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ഒന്ന് ഉറക്കെ വായിച്ചു വെക്കുക. അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇംഗ്ലീഷിൽ ഒന്ന് സംസാരിക്കുക, വളരെ സിമ്പിൾ ആയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ സ്റ്റോറിൽ പോയി കുറച്ച് പാല് വാങ്ങിച്ചു. എങ്ങനെ പറയാ, ടുഡേ മോർണിംഗ് I went to store and bought some milk. Today I went to store and bought some milk. ഞാൻ ഇന്ന് സ്റ്റോറിൽ പോയി കുറച്ച് പാല് വാങ്ങിച്ചു.
വളരെ സിമ്പിൾ ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള വാക്ക് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ എന്ത് ചെയ്യുക, നമ്മൾ ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് യൂസ് ചെയ്താണ്ട് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കോംപ്ലക്സിലോട്ട് ഫസ്റ്റ് തന്നെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇതെനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോയി നമ്മൾ വഴിയിലിട്ടെറിഞ്ഞിട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക. ക്ലിയർ ആണല്ലോ? നാലാമത്തെ കാര്യം, സ്പീക്ക് റെഗുലർലി. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും സംസാരിക്കുക, എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ സംസാരിക്കുക. അത് വളരെ കുറച്ചായിക്കോട്ടെ, ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, ഡെയിലി സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലിയിലോ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ കൂടെ എങ്ങനെയായാലും വേണ്ടില്ല, ഇനി ഒറ്റയ്ക്ക് മിററിൽ നോക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, ഡെയിലി കുറച്ച് സമയം നിങ്ങൾ എന്ത് ചെയ്യണം, റെഗുലർ ആയിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണം. ഒന്നുകിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്ന് ഒരു ദിവസം 1-2 മണിക്കൂറൊക്കെ അങ്ങോട്ട് ഇരുന്ന് ആകെ ഭ്രാന്ത് പിടിച്ച് ഇട്ടെറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡെയിലി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ ഏതാണ് നിങ്ങൾക്ക് മടുപ്പില്ലാത്ത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിൽ നമ്മൾ മുന്നേ പറഞ്ഞ സ്റ്റെപ്പ് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, സെന്റൻസ് ഫോം ചെയ്താണ്ട് നമ്മൾ സംസാരിക്കാൻ നോക്കുക. എത്ര നേരം ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല, നമ്മൾ ഇൻട്രസ്റ്റോട് കൂടെ എല്ലാ ദിവസവും ചുരുങ്ങിയ സമയമാണെങ്കിലും അത് റെഗുലർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹാബിറ്റിന്റെ ഭാഗമായിട്ട് മാറിയിട്ട് എന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നേരെ മറിച്ച് ഒരു 1 hour 2 hour ഒക്കെ നമ്മൾ ഒരു ദിവസം ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ മടുപ്പ് തോന്നിയിട്ട് നമ്മൾ പാതി വഴിയിൽ എന്ത് ചെയ്യും, അത് ഇട്ടിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഡെയിലി കുറച്ച് സമയം 10 മിനിറ്റോ 15 മിനിറ്റോ, ഇനി അതിൽ കൂടുതൽ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതും വളരെ സിമ്പിൾ ആയിട്ട് മതി. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഹൗ ആർ യു, വേർ ആർ യു ഗോയിങ്, ഹൗ ഈസ് യുവർ ഫാമിലി, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി കോൺവെർസേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ് ഈ ടിപ്പ്. അടുത്തത്, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുന്ന സമയത്ത് അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് പറയാൻ പോണത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വേർഡ് അറിയൂല, അത് അറിയൂല എന്നുണ്ടെങ്കിൽ ആ വേർഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് കൂടെ ഇരിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കുക. ഒരു മടിയും വേണ്ട. ഈവൻ ഇംഗ്ലീഷുകാർ പോലും ഇംഗ്ലീഷിൽ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരിക്കലും മടിക്കണ്ട. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു കറക്റ്റ് വേർഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക, അതെന്താ, അതിന്റെ വേർഡ് എന്തായിരുന്നു. കാരണം എന്താ പറയുക, അങ്ങനെ ചോദിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് എന്തായാലും അപ്പുറത്തിരിക്കുന്ന ആൾ കളിയാക്കൂല. അയാൾ എന്തായാലും അയാൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ വേർഡ് നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങളെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അയാൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില വേർഡ്സ് ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഐ എം സോറി, ലെറ്റ് മീ റീഫ്രേസ് ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി, എനിക്ക് തെറ്റി, ഞാൻ ഒന്ന് എന്ത് ചെയ്യട്ടെ, മാറ്റി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വേറെ ഒരു വേർഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സെന്റൻസ് ഫുൾ ആക്കാൻ വേണ്ടി നോക്കാം. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് സ്റ്റെക്കായി, നമുക്കൊരു വേർഡ് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് കൂടെ ഇരിക്കുന്ന ആളോട് ചോദിക്കാം, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ റൈറ്റ് വേർഡ്. അതിന്റെ ശരിയായ വേർഡ് എന്താ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ റൈറ്റ് ഇംഗ്ലീഷ് വേർഡ്, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ റൈറ്റ് വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം എന്താ പറയുക, മിസ്റ്റേക്സ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല, തിരുത്താൻ ഒരാളുണ്ട്, അയാളെ തിരുത്തി ചെയ്തു തരും, റൈറ്റ് വേർഡ് പറഞ്ഞു തരും, അയാൾ നമ്മളെ ജഡ്ജ് ചെയ്യൂല എന്നൊരു കാര്യം നമുക്ക് ഉറപ്പാനോട് കൂടെ നമ്മുടെ കോൺഫിഡൻസ് കൂടും. തെറ്റ് വരുത്താതിരിക്കുക എന്നുള്ളതല്ല കോൺഫിഡൻസ്, ആ തെറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതാണ് കോൺഫിഡൻസ്. അപ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ എന്ത് ചെയ്യുക, ഒരു കോൺഫിഡൻസ് കിട്ടുക. തെറ്റ് പറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഐ എം സോറി, ലെറ്റ് മീ റീഫ്രേസ് ദാറ്റ്, ഒന്നത്. രണ്ടാമത്തെ കാര്യം, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ റൈറ്റ് വേർഡ്, ശരിയായിട്ടുള്ള വാക്കൊന്ന് പഠിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യോ എന്നുള്ളത് രണ്ടാമത്തത്. ഇങ്ങനത്തെ 2 സെന്റൻസസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ബൈ ഹാർട്ട് ആക്കിയാലും കുഴപ്പമില്ല, പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള വഴികൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു കാര്യമാണ്, ടെക്നോളജികൾ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി യൂസ് ചെയ്യുക. നമ്മൾ ഈ ലാംഗ്വേജ് ലേണിംഗ് ജേർണിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ടെക്നോളജികൾ യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലുള്ള റിസോഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടല്ല പഠിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ
യൂസ് ചെയ്യുന്ന ചില ടൂൾസ്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് വീണ്ടും കോൺഫിഡൻസ് കൂടും. അത്തരത്തിലുള്ള ഒരുപാട് ആപ്സ്, വെബ്സൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ ഒന്നിന്റെ പേര് മാത്രം സജസ്റ്റ് ചെയ്യുന്നില്ല. ChatGPT നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു പവർഫുൾ ടൂളാണ് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുപോലുള്ള എത്രയോ ആപ്സ്, വെബ്സൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയൽ ടൈം ആയിട്ട് നമുക്ക് ഇംഗ്ലീഷുകാരോട് സംസാരിക്കാൻ പറ്റിയ ചാൻസ്. അവിടെ ഒന്നും മിസ്റ്റേക്സ് വരുന്ന നമുക്ക് പേടിക്കേ വേണ്ട, അല്ലെ? നമ്മൾ തൊട്ടടുത്ത് ആരും ഇരിക്കുന്നില്ല. നമുക്ക് എന്തും പറയാം, നമുക്ക് എന്തും പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യം ഈ ഒരു ഘട്ടത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ടെക്നോളജികൾ നമ്മൾ ഈ ലേണിംഗ് ജേർണിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അടുത്തൊരു കാര്യമാണ് എംബ്രേസ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൈൻഡില് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന വിജയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് കോൺഫിഡൻ്റ് ആയി നമ്മളൊരു മീറ്റിങ്ങിൽ ഒരു ലീഡറായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വിഷ്വൽ നമ്മളെ മൈൻഡിൽ ഒന്ന് കൊണ്ടുവന്ന് നോക്കിയേ, ഇന്ന് മനോഹരമായിരിക്കും. ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വലിയ കമ്പനി, അതിലൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെ പോയിന്റ്സ് ഒക്കെ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആ ഒരു പിക്ചർ നിങ്ങളെ മൈൻഡിലോട്ട് വരുന്നുണ്ടോ? ഇതാണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു ഡ്രീം, നമ്മളൊരു ഗോള്, അതിന് നമ്മളിങ്ങനെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുക. ഇത്തരത്തിലൊരു പിക്ചർ നമ്മളെക്കുറിച്ച് കാണുമ്പോൾ നമുക്ക് അതിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം അത് വലുതായിരിക്കും. നമ്മൾ വെറുതെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യില്ല, ആ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തിട്ട് അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പോണേ എന്നുള്ളതിനെ കുറിച്ചുള്ള പിക്ചർ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ഇടയ്ക്കിടെ എന്ത് ചെയ്യണം, ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് കണ്ണടച്ച് കൊണ്ടുവരാൻ നോക്കുക. അതെന്തായാലും ഈ ഒരു ലേണിംഗ് ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ മുന്നോട്ട് പോകാൻ. അടുത്തൊരു ടിപ്പ് ഇതിൽ പറയാനുള്ളത്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ഒരു ദീർഘ ശ്വാസം എടുക്കുക. എന്നിട്ട് വളരെ പതുക്കെ സംസാരിക്കാൻ നോക്കുക, വളരെ പതുക്കെ സംസാരിക്കുക. അത് നമ്മൾ കോൺഫിഡൻസ് കൂട്ടും. നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് എന്തൊക്കെയോ വാരി വലിച്ച് പറഞ്ഞിട്ട് മിസ്റ്റേക്സ് വരുത്തുന്നതിനേക്കാളും നല്ലത് ഒരു ഡീപ്പ് ബ്രെത്ത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വളരെ പതുക്കെ സംസാരിക്കാൻ നോക്കുക. ടുഡേ മോർണിംഗ് ഐ വോക്ക് അപ്പ് അറ്റ് 6 AM and then I went to store, I bought some milk. അങ്ങനെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇത് ആലോചിക്കാനുള്ള സമയം കൂടി നമുക്ക് കിട്ടും, നമ്മൾ എന്താണ് പറയാൻ പോണത് എന്നുള്ളതിനെ കുറിച്ച്. നേരെ മറിച്ച് ടുഡേ മോർണിംഗ് ഐ വോക്ക് അപ്പ്, അല്ലേ, അത് റഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ടെൻസ്ഡ് ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല, പ്രയാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ സ്ലോയിൽ എന്ത് ചെയ്യാം, സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ സ്റ്റക്കായി പോകുന്ന സമയത്ത് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ജേർണിയിലാണുള്ളത്. ഇതെന്തല്ല ഒരു പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് സംസാരിച്ചെടുക്കാൻ പറ്റുന്നല്ല ഇംഗ്ലീഷ്. 1 step at a time, അല്ലെ? ഒരു വലിയ സ്റ്റെയർ കയറാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്റ്റെപ്പും പതുക്കെ 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 ചവിട്ടിയിട്ട് മാത്രമേ അതിന്റെ ടോപ്പിൽ എത്തുള്ളൂ. അല്ലാതെ ഒറ്റ അടിക്കാനെ വിടുന്ന താഴെന്ന് മുകളിലോട്ട് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നല്ല ക്ഷമ ഉണ്ടായിരിക്കുക, ഒരു ഗോൾ ഉണ്ടായിരിക്കുക. നമ്മളെ ഡ്രീംസ് ഒക്കെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ആ ഫ്ലുവൻസി, ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്നുള്ള ആ ഒരു ഡ്രീമിലോട്ട് വൈകാതെ എത്തിച്ചേരും. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഹെൽപ്ഫുൾ ആയി എന്നൊന്ന് കമന്റിൽ ഒന്ന് പറയാനും നിങ്ങൾ ഒട്ടും മടി കാണിക്കണ്ട. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ. താങ്ക് യു.